കോഴിക്കോട് തോണി മറിഞ്ഞ വീണ്ടും അപകടമെന്ന വാർത്ത വരുന്ന കൊയിലാണ്ടിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് മറിഞ്ഞത്. തോണിയിൽ ഉണ്ടായിരുന്നവരെ കരക്കെത്തിച്ചു. മുന്നറിയിപ്പ് അവഗണിച്ചാണ് മത്സ്യബന്ധനത്തിന് പോയത് എന്നാണ് ഫിഷറീസ് വകുപ്പ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, കോഴിക്കോട് തോണി മറിഞ്ഞുള്ള ഇന്ന് രണ്ടാമത്തെ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ ഫറോക്കിൽ നിന്നും മണൽ കോരാൻ പോയ ഒരു തോണിയും അപകടത്തിൽപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ കൊയിലാണ്ടിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ 3 പേരുണ്ടായിരുന്ന വള്ളമാണ് മറിഞ്ഞിരിക്കുന്നത്. മറ്റ് തോണിയിലുള്ള മത്സ്യബന്ധനം നടത്തുകയായിരുന്ന മറ്റ് തോണിയിലെ ആളുകളാണ് ഈ അപകടം കാണുകയും ഇവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. തോണിയിലുണ്ടായിരുന്ന അഹമ്മദ്, റസാഖ്, ഹംസക്കോയ എന്നിവരെ പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്താനായി എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. മറ്റൊരു തോണിയുടെ സഹായത്തോടെ ഈ അപകടത്തിൽപ്പെട്ട തോണിയും ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിൽ ഫിഷറീസ് പറയുന്നത് ഈ കേരള കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഈ വിലക്ക് അവഗണിച്ച്, കാലാവസ്ഥാ മുന്നറിയിപ്പ് അവഗണിച്ചാണ് ഇവർ മത്സ്യബന്ധനത്തിന് പോയത്. അതാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമായതെന്നാണ് പറയുന്നത്. വരും മണിക്കൂറുകളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ പരമാവധി ജാഗ്രത പാലിക്കണമെന്നാണ് ഫിഷറീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ശരി, രാഹുൽ സുരേഷാണ് കോഴിക്കോട് എന്ന വിവരങ്ങൾ നൽകിയത്.